ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖം. പിന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്താണോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു വരുന്നേ. നമ്മൾ പെരുന്നാപ്പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പെരുന്നാപ്പിറ്റേന്ന് രാത്രി പാർക്കിൽ പോയതാണ്. പിന്നെ അന്ന് ഞാനിട്ട വീഡിയോയിൽ അന്ന് അറബിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതും രണ്ടാം പെരുന്നാൾ കഴിച്ചതെല്ലാം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടത്. പിന്നെ അക്കൂട്ടത്തിൽ ഇതും കൂടി അധികമായി പോകലെന്ന് വെച്ചാൽ ഞാൻ ഇടാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ബാലൻസ് സാധനം കൊണ്ടുവന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നെ വീഡിയോസ് കണ്ടിട്ട് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന റസീന അഷ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഓല് എന്നോട് പറയുന്നു കേട്ടോ, പാർക്കിൽ പോയ വീഡിയോസൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും കണ്ടു നോക്കിന്നാൽ ഞങ്ങളെ കൂടെ ഞങ്ങളെ ബദരി മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ബാബ പോകുന്നില്ല. ബാബൻ്റെ അമ്മൻ്റെ അടുത്ത് പോയതാണ്. പെരുന്നാളൊക്കെ ആയിട്ട് പോയില്ല. പെരുന്നാൾ പിറ്റേന്നാണ് പോയത്. അവിടുന്ന് കുറച്ചങ്ങ് പോകാനുണ്ട്, നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ടോ. അന്നേരം ഞങ്ങളെ കൂടെ പോകുന്നില്ല. അതിന് ഓളെയും മക്കളെയും കൂട്ടി ഞങ്ങൾ പോകുന്നതാണ്. പാർക്കിലും ബീച്ചിലൊക്കെ എത്തിയ മക്കൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല ഒരു കാര്യത്തിൽ കേട്ടോ. കളിക്കണം എന്നുള്ള ശ്രദ്ധ മാത്രമേ ഉണ്ടാവും. നമ്മക്കാണെങ്കിൽ പേടിയാകുകയും ചെയ്യുമല്ലോ കളിയൊക്കെ കാണുമ്പോൾ. ഞങ്ങളിവിടെ ശങ്കർ പാർക്കിലാണ് കേട്ടോ വന്ന് മക്കൾക്ക് കളിക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു ഭാഗത്ത് ബീച്ചാണ്, ഒരു ഭാഗത്ത് പാർക്കാണ്. രാത്രി ആണെക്കൊണ്ട് ബീച്ചിൻ്റെ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. മക്കൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആണല്ലോ ഉള്ളൂ. ഓൾക്ക് പിന്നെ അങ്ങനെ കയറി കളിക്കാനൊക്കെ ഒരു ഇഷ്ടമല്ലേ. മക്കളെയും കൊണ്ട് വരല് തന്നെ മക്കൾ ഇങ്ങനെ കളിക്കാനും ആക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ. ഓൾക്ക് ഇങ്ങനത്തെ തെറ്റിയൊരു സന്തോഷവും കാണല്ലോ. പിന്നെ ഒരാളെ കിട്ടുകയോ ചെയ്തിട്ടാണെങ്കിൽ പറയുകയും വേണ്ട. പിന്നെ അവൾക്ക് തീരെ ബോധം ഉണ്ടാകുകയില്ല. അതിൻ്റെ കുഞ്ഞിനെ ഉറങ്ങിപ്പോയതിനെ കൊണ്ട് ആ കുഞ്ഞിനെ വെച്ചോളാടെ ഇരിക്കുക കേട്ടോ. ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. കുഞ്ഞിനെ ഉറങ്ങിയതിനെ കൊണ്ട് പിന്നെ ആണെങ്കിലൊക്കെ ചൂടായതിനെ കൊണ്ട് വല്ലാത്ത പ്രശ്നമാണ്. ചൂട് നമുക്ക് മാളിൽ പോയെന്നൊക്കെ ഉണ്ട് പറയുന്നത്. ഭയങ്കര ചൂടാണ് ഓൾക്കൊക്കെ. നമുക്ക് പിന്നെ അത്ര ചൂടൊന്നും അറിയില്ല കേട്ടോ. ബീച്ചിൻ്റെ ഭാഗം കൂടിയാണെങ്കിൽ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. നമ്മൾ മലയാളികളല്ലേ, നമ്മൾ കുറച്ച് വെയിലും ചൂടൊക്കെ തട്ടുന്ന പോലല്ലേ. ഓല അതിൽ 24 മണിക്കൂർ എ സി കുത്തിരിക്കുന്നുണ്ടെന്നല്ലോ. ഓല് മക്കളെ കൊണ്ട് 24 മണിക്കൂർ എ സിയിലാണല്ലേ. സ്കൂൾ മാസത്തിലൊക്കെ പോയാലും അവിടെ എ സിയാണ്, പുരയിലാണെങ്കിലും എ സിയാണ്. പിന്നെ ഓല സമയത്തൊന്നും പുറത്തിറങ്ങില്ല. പിന്നെ ഓലൊന്നും ഇറങ്ങുക വൈകുന്നേരം പാർക്കിലേക്കാണ്, അല്ലെങ്കിൽ മാളിലേക്കാണ്. മാളിലാണ് എ സി ഉണ്ടാവും. പിന്നെ ചൂട് സമയമാകുമ്പോൾ പാർക്കിലേക്ക് അങ്ങനെ പോവുകയില്ല. പാർക്കിലൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒമാനികളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ചൂട് തുടങ്ങിയത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നല്ല കാലാവസ്ഥ ഒക്കെ വരണം ഓലൊക്കെ പാർക്കിലേക്ക് ഇറങ്ങണമെങ്കിൽ. തിരിച്ച് പോന്ന് ഓല പുരയിൽ ഇറക്കി കൊടുത്ത് പിന്നെ ഞങ്ങളങ്ങ് പോരുകയും ചെയ്തിട്ടോ. അതൊക്കെയാണ് അന്ന് അന്തിക്കത്തെ വിശേഷങ്ങൾ. ഇനി പിറ്റേന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങളാണ്. പെരുന്നാളിലന്ന് പായസം വെക്കാനുള്ള സേമിയവും പാലൊക്കെ കൊണ്ടുവന്നിട്ട് അന്ന് പായസം ഉണ്ടാക്കിയില്ലേനു കേട്ടോ. അന്ന് നമ്മൾ സർക്കീറ്റ് അടിച്ചല്ലോ. പിന്നെ സമയമല്ല, അതിന് വേഗം ബിരിയാണിയൊക്കെ വെച്ചുണ്ടാക്കി കുറച്ച് കിടന്നുറങ്ങുകയും ചെയ്ത് സർക്കീറ്റിന് പോവുകയും ചെയ്ത്. അങ്ങനെ പായസത്തിൻ്റെ സേമിയയും പാലൊക്കെ അവിടെ ബാക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ രണ്ടാം പെരുന്നാളിന് പിന്നെ അറബിൻ്റെ പുരയിലും പോയി. അന്നും സമയം കിട്ടില്ല. മൂന്നാം പെരുന്നാളിനാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കുന്നത്. 4 കൂടി ഒരു പേക്കിലാട്ടോ. സേമിയയ്ക്ക് കൊണ്ട് ഓഫറിലെങ്ങാനുള്ളതാണെന്ന് ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് പൊളിക്കുമ്പോൾ എനിക്ക് തോന്നി ഓഫറിലുള്ളതാണെന്ന്. ചെറിയ സേമിയ ആട്ടോ ഉണ്ടാകുന്നത്. എന്താ പറയുക, നൂല് പോലെ ഉണ്ടാകുക. നമുക്ക് പായസം കുടിച്ചാലൊന്നും റാഹത്താവില്ല. നാട്ടിലത്തെ സേമിയത്തിൻ്റെ പായസം കുടിച്ച് തേങ്ങിയിട്ടാണോ നോർമൽ കേട്ടോ. ഈ പായസം കുടിച്ചിട്ടാണെങ്കിൽ എനിക്ക് എന്തോ റാഹത്താലില്ല. ഇതിൻ്റെ ഒരു കവറിൽ 4 പേക്ക് ഉണ്ടായിട്ട് 2 പേക്ക് എടുത്തിങ്ങനെ ഞങ്ങൾ കഴിച്ചിടുകയാണ് കേട്ടോ. ഇത് കവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഒടിച്ചാനാ മതിട്ടോ. എന്നാലും നമ്മൾ പൊടി പൊടിയായിട്ട് കിട്ടും. ചെറിയ ചെറിയ പീസായിങ്ങാൻ. അപ്പോൾ ഞാനങ്ങനെ പൊടിക്കാണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിച്ചിടുകയാണ്. മക്കളോട് ഞാൻ പറഞ്ഞു നമ്മൾ പായസം കാച്ചി പറഞ്ഞപ്പോൾ ഒരു വയ്യേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ. പായസം കാച്ചി കുടിക്കാനും പിന്നെ എല്ലാത്തിനും അവർക്ക് കൂടുകയും വേണമല്ലോ. സേമിയം പൊട്ടിക്കാൻ അവർക്ക് കൂടണം, പാല് പൊട്ടിച്ച് പാരാൻ അവർക്ക് കൂടണം, എല്ലാത്തിനും അവർക്ക് കൂടുകയും വേണം. ഓലെ കളി കണ്ടെങ്കിൽ തോന്നുന്നു ഞാൻ വെക്കുന്ന പായസം ഒക്കെ ഓല് കുടിക്കുമെന്ന്. ഓല അങ്ങനെ കളിക്കാനല്ലാണ്ട് ഒരു ഗ്ലാസ് പായസം കൊടുത്ത് വെച്ചോല് കുടിച്ചില്ലല്ലോ. ഞാൻ കൊടുക്കുന്ന കൊല്ലയുടെ ബാക്കി വെച്ച് പോയതാണ്. ഈ സേമിയ കണ്ടോ അത്രയ്ക്ക് നേരിയതാട്ടോ. ഞാൻ പറഞ്ഞ ചെറിയ സേമിയാണെന്ന്. ഒരു നൂല് പോലെയല്ലോ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ സേമിയാണെങ്കിൽ ഇതിലൊക്കെ നല്ലതാണല്ലോ അല്ലേ. ഇപ്പം മോനും ഇതിന് വാക്കത് പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ കയ്യേക്ക് വരാൻ പറഞ്ഞു. ഓരും കയ്യേക്ക് വന്ന് പൊട്ടിക്കാൻ കൂടിയതാട്ടോ. പിന്നെ നമ്മളെടുത്ത് നോക്കുകയാണല്ലോ നമ്മളെ മക്കൾ ഇങ്ങനെ കളിക്കുക. നമ്മളിനി ഓരോട് കൂടേണ്ട പറഞ്ഞാലും ഒരു കൂടും. ഞാനും വിചാരിച്ചു ഓലുമായിട്ട് പൊട്ടിച്ചോട്ടെ. നമ്മളെടുത്ത് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് പഠിച്ചിട്ടാണെങ്കിൽ പിന്നെ ഓല് ചെയ്യാനൊക്കെ ഒരു ഉഷാറുണ്ടാകല്ലോ. നമ്മളൊന്നിനും നിങ്ങൾ ചെയ്യേണ്ട അട വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ മടിയന്മാരായി പോവും. എല്ലാത്തിനും നമ്മളെ കൂടെ ഓലയും കൂട്ടി ഇങ്ങനെ പഠിപ്പിക്കണം. നിങ്ങളവിടെ വെച്ച് നിങ്ങൾ തൊടണ്ട, നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ആക്കണ്ട, നിങ്ങൾ കൂടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഓല അങ്ങനെ തന്നെ അങ്ങായിപ്പോൾ ഒന്നിനും തൊടാണ്ടും കൂടാണ്ടും അങ്ങായിപ്പോവും. പിന്നെ ഒക്കെ വൃത്തി ചെയ്യിക്കുക. നമ്മളെന്തോ ചെയ്യുകയാണെങ്കിൽ കയ്യൊക്കെ കഴുകിയാലോണ്ട് കഴുകിയിട്ടൊക്കെ കൂടാനൊക്കെ പറയുക. അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാണ്ട് നമ്മൾ ഓലൊന്നിനും പിന്തിരിപ്പിക്കരുത് കേട്ടോ. ചെറുപ്പത്തിൽ പഠിച്ച ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം എന്നല്ലേ പറയല്. ചെറുപ്പത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്തിക്കുകയാണെങ്കിൽ വലുപ്പത്തിൽ പോലും നമുക്ക് സഹായത്തിനുണ്ടാവും. അങ്ങനെ 4 പേക്ക് പാലും ഉണ്ടായിട്ടാ 3 പേക്കാണ് എടുക്കുന്നത്. ഒരു പേക്ക് ഞങ്ങൾ ചാരാനും മക്കൾക്ക് കുടിക്കാനൊക്കെ കൊടുത്തിക്കുന്നത്. 3 പേക്ക് പാലും എടുത്തെങ്ങാനാണ് ഈ സേമിയ ഉണ്ടാക്കുന്നത്. സേമിയ പായസം ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയില്ലല്ലോ. ഇതാണെങ്കിലോ വറുത്ത സേമിയ കേട്ടോ. പിന്നെ നമ്മൾ വറുക്കേണ്ട ആവശ്യവും ഇല്ല. വേഗം വെന്തിട്ടുകയും ചെയ്യല്ലോ. നൂലല്ലേ, നെയ്സല്ലേ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ഇങ്ങനെ അട്ടും കൊണ്ടും വരികയും പോവുകയും ചെയ്യും. വാതിൽ തുറക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുട്ടോ. അതിൻ്റെ കൊച്ചങ്ങൾ കേൾക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിക്ക് ഫ്രഞ്ച് ഫ്രൈസും കൊണ്ട് തന്നിക്കുന്നത്, കെച്ചപ്പും കൊണ്ട് തന്നിക്കുന്നത്, അതും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പാലൊക്കെ പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഒഴിച്ചപ്പോൾ റിഫുമോന് വേണം, ജനുവാബക്ക് വേണം, അങ്ങനെ ഓരോന്ന് പൊട്ടിച്ചോലെ രണ്ടിൻ്റെയും കയ്യിൽ കൊടുത്തിട്ടോ. എന്നെക്കൊണ്ട് ഓല പരാതിയായിട്ട് തീർന്നു.
അങ്ങനെ 3 പേർക്ക് പാല് വട്ടച്ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഗ്യാസമ്മൽ വെച്ച് തിളപ്പിച്ചെടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും കേട്ടോ. പാല് തന്നെയുള്ളത് വെക്കുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്നും ഇല്ല കേട്ടോ. അതിനെക്കൊണ്ട് ഈ പാല് തന്നെയാണ് വെക്കുന്നത്. പഞ്ചസാര ഏലക്കായും ഇട്ടുങ്ങാൻ. പായസത്തിലൊക്കെ മിൽക്ക് മെയ്ഡ് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ല. എന്നോട് പറയാൻ മറന്നു പോയിട്ടാട്ടോ, അല്ലെങ്കിൽ കൊണ്ടുത്തരികയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞേക്കാണെങ്കിൽ വെയിലത്ത് പിന്നെയും പോണ്ടേ വെച്ച് ഞാനൊന്നും മിണ്ടാണ്ടുന്നതാണ്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ്. അതിലൊക്കെ നമുക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കണം. ഈ പായസമൊക്കെ പിന്നെ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ആണെങ്കിൽ ഞാൻ വെക്കുന്നത് ഒന്ന് കാട്ടിത്തരിക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സേമിയ ഇട്ടിക്കുന്ന പാലെല്ലാം തെളിച്ചതിന് ശേഷം കേട്ടോ സേമിയ ഇട്ടെടുത്ത് ഞാൻ പറഞ്ഞില്ലേ വറുത്ത സേമിയാണ്. അതിനെക്കൊണ്ട് വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ കഴിയുമെന്ന്. അങ്ങനെ പോയി ഞാൻ ഏലക്കായും ഒത്തിരി പഞ്ചസാരയും പൊടിച്ചെടുത്തിക്കുന്നത്. ഓൻ തരിക മെച്ചിക്ക് ഒന്ന് മതി. മെച്ചിക്ക് കുറേ അല്ലേ? രണ്ടെണ്ണം മതി. ആ കുഞ്ഞ് രണ്ടെണ്ണം എടുത്തോ. ഇനി 3 എടുത്തോ. ഓന് 3 എടുത്തോട്ടെ. ഓർക്കും വേണം. എന്നാ പിന്നെ ഓരോ ഞങ്ങൾക്ക് തരുന്ന റെഡി ആയില്ലേ? അല്ല ഒന്ന് തരും ബാബാ. ഒന്നിരിക്കും മോനെ. അങ്ങനല്ല, ഓനൊന്നിക്ക് തരിക, ഒന്ന് ഉപ്പക്കും കൊടുക്കുക, ഓനൊന്ന് ഇനി ഒന്ന് ഇപ്പച്ചിക്ക് കൊടുക്കുക, ഒന്ന് ഉമ്മക്കും കൊടുക്കുക. ഓന് ഫുള്ളും വേണമെന്ന് അങ്ങനല്ല ദിനുവാവേ. ഉപ്പച്ചി വരാൻ വേണ്ടി കാത്തുനിന്ന് മുട്ടായോ കിട്ടിയപ്പോഴുള്ള പരാതികളാണ്. നമ്മളെ പായസം അങ്ങനെ ഇതാക്കുന്ന റെഡിയാക്കി കേട്ടോ. ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതും 1 ടേബിൾ സ്പൂണും പിന്നെ 6 kgയിലാണ് അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പശു നെയ്യ് ഉണ്ടെങ്കിൽ അതിൽ വറവ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് പിന്നെ ഇവിടെ എല്ലാத்தைയും കൂടെ ഞാൻ 6 kg എടുത്തത്. ഇങ്ങനെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചൂടണിക്കുകയാണ്. ഓൾക്ക് പായസം കൊടുത്തിട്ട് വേണം ഞമ്മക്കും ചൂടണിച്ച് കുടിക്കാൻ. മക്കൾക്ക് കാണുമ്പോഴുള്ള ആവേശം നല്ലാണ്ട് ഒന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യൂല കേട്ടോ. പായസം കുടിക്കാൻ ഓല് കാത്തിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പായസം കൊടുത്തിട്ട് 1 ഗ്ലാസ് ഓല് കുടിച്ചുള്ളൂ. ഒരു ഗ്ലാസ് തേച്ച് കുടിക്കാൻ ഓലൊക്കെ ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കുടിക്കാനുള്ള പായസവും ഗ്ലാസ്സിലൊക്കെ കുഴച്ചിങ്ങനെ കുടിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഏസിട്ട റൂമിൽ പോയി കുടിച്ചില്ലെങ്കിൽ മക്കളെ ഈ ഒരു ഗ്ലാസ് പായസമല്ല നമ്മൾ കുടിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം നമ്മളെ മേലിൽ ഇങ്ങനെ വേർത്തങ്ങ് ഒലിച്ചു കേട്ടോ. പായസം ഒന്നേ നമ്മൾ കുടിക്കുന്നുണ്ടാവും. 2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒലിച്ചു. അത്രയ്ക്ക് ചൂടാണ്, വേർപ്പുമാണ്. പിന്നെയാണെങ്കിൽ പായസം ഒരു ചൂടൊക്കെ കുടിച്ചില്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ഇഷ്ടമാക്കിയോ ഇട്ടയ്ക്കോ ഒരു ചൂട് വേണം. ചൂടുണ്ടായാലേ ടേസ്റ്റ് തോന്നലുള്ളൂ. ഇപ്പോൾ ചിലർക്ക് തണുത്തതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ചൂടുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇന്നെപ്പോലായിരിക്കും ഇഷ്ടം. പിന്നെ നമ്മളെ പുതിയ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊന്നും ഓർമ്മയില്ല നാട്ടിൽ ഞാൻ എവിടെയാണെന്നോ പിന്നെ ഇവിടെ എവിടെയാണെന്നൊക്കെ. എല്ലാ വീഡിയോസൊന്നും കാണാത്തതും കൊണ്ടായിരിക്കും ലാസ്റ്റുള്ള വീഡിയോ കാണല്ലോ ഓരോരുത്തരും ഇങ്ങനെ കണ്ട് പോരുക. ഈ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിൽ താന്നിട്ടാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഒന്ന് പുറത്ത് പോകാനുണ്ട്. നമ്മൾ സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. ഫലജിൽ പറഞ്ഞില്ലേ, ഫലജിലുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് എന്നാണ് പറഞ്ഞിട്ട്. അല്ലിവാൻ ഹൈപ്പർ മാർക്കറ്റാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാണെന്ന് കേട്ടോ പറഞ്ഞ്. നമ്മളോലെ കാണാൻ വേണ്ടി ഒന്ന് പോയതല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടോട്ടെ ചോദിച്ചിട്ട് എടുത്തതാണ്. ഹൈപ്പർ മാർക്കറ്റൊക്കെ ഒന്ന് കാട്ടി തന്നതാണ്. ഇങ്ങനെ ഞങ്ങളിവിടെ ഒരു വീട്ടിൽ പോയതാണ്. വൈകുന്നേരം ആക്കിയെങ്കിലും വെയിലൊന്നും പോയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാക്കി പറഞ്ഞില്ലേ, ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. കൊടുവള്ളി നരിക്കിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാട്ടിൽ. പിന്നെ ഇവിടെ ഒമാനിലാണ്. ഒമാനിൽ സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ മജീസ് എന്ന് കേട്ടോ, ഫലജ് മജീസിൽ. മജീസ് എന്നൊന്നും പറഞ്ഞാൽ ചിലരൊന്നും അറിയൂലല്ലോ. സോഹാർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് കേട്ടോ സോഹാർ ഫലജ് മജീസിലാന്ന് പറഞ്ഞ് ഫലജ് ഒരുവിധ ആൾക്കാരൊക്കെ അറിയാം. മതി ഫലജിൽ നിന്ന് പിന്നെയും പോകണം. അതാണ് മജീസ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഇതൊക്കെ കുറേ ആടുകളെ കഴിച്ചു വിട്ട് കണ്ടോക്കളെ. ഈറ്റൽ നടന്ന് പോകണ കണ്ടിട്ട് സങ്കടമാകുകയും ചെയ്യും. അത് തിന്നാനും കുടിക്കാനില്ലാത്തതുകൊണ്ട് തോന്നിച്ചോ കണ്ടിട്ട്. നാട്ടിലാണെങ്കിൽ ഈറ്റൽ ഇങ്ങനെ നടന്ന് പോകണേരോ എന്തെങ്കിലും ഒരു പുല്ല് ഇങ്ങനെ കടിച്ച് പറിക്കാനുണ്ടാവില്ലേ. ഇവിടെ ഒന്നും ആയിട്ട് കിട്ടാനില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു കാരക്കത്തോട്ടത് അതിൻ്റെ ഉള്ളിലും കുറേ ആടുകളെ മേയ്ക്കാൻ വിട്ട് കിട്ടും. ഇതും ആട് വ്യത്യാസമുണ്ട് കേട്ടോ. അതൊരു സ്ഥലത്താണ്, ഇത് വേറൊരു സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾക്ക് റിഫുമോനും ദിനുവാവൊക്കെ ഒട്ടകത്തിനും കാണണമെന്ന് തന്നെ. ഇവിടെ സ്ഥിരമായിട്ട് ഒട്ടകത്തിന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഭാഗത്തേക്ക് വന്ന് നോക്കുന്നേരം ഒട്ടകത്തിനെയും കണ്ട് ഓൾക്കൊരു സന്തോഷമായിട്ടോ. ഒട്ടകത്തെയും കണ്ടിട്ട് പേടിയാകുകയും ചെയ്യുക. പിന്നെ കാൽമലൊക്കെ കെട്ടില്ലെങ്കിൽ കൊണ്ടൊരു സമാധാനമായി. അങ്ങനെ അവിടെ ഞങ്ങൾ പുരയിലേക്ക് തന്നെ പോയി നിൽക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മക്കൾ കൊണ്ടുവന്ന ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് കഴിക്കാൻ, മുട്ടായി ഉണ്ട് കഴിക്കാൻ. വീഡിയോ വോയിസ് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്തെങ്ങാനും ഒക്കെ കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. പിന്നെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോക്ക് സൗണ്ട് ഇത്തിരി കുറവാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യേണ്ടിയേ.